ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പുലർച്ചെ 6 മണിയോട് കൂടിയിട്ടാണ് യാത്ര തിരിച്ചത്. ഉത്തരകാശിയിലെ ശിവാലിക് ഹോട്ടലിലാണ് താമസിച്ചത്. അത് ഗംഗാതീരത്തുള്ള അതിമനോഹരമായൊരു ഹോട്ടലാണ്. ഗംഗോത്രിയിലേക്കുള്ള യാത്ര ഏകദേശം 96 കിലോമീറ്ററാണ് ദൂരം. 3.5 മുതൽ 4 മണിക്കൂറിൻ്റെ അടുത്താണ് എടുക്കുന്നത്. 3-3.5 മണിക്കൂറോളം സമയദൈർഘ്യമെടുക്കും. പടുകൂറ്റൻ മലനിരകളിലൂടെയുള്ള യാത്രയാണ്. ഇനി യാത്രയിൽ ഓരോ ദൃശ്യങ്ങളും വിവരിക്കാം. ഇതെല്ലാം സ്റ്റില്ലെടുത്ത ഫോട്ടോസാണ്. 6-6:15 ആ സമയത്ത് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. ഇവിടെ സ്വർണം പോലെ ഒരു മല കാണാം. അത് ഹിമത്തിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് സ്വർണ്ണ നിറത്തിലാണ് പുലർക്കാലെ ആ മലകൾ കാണപ്പെടുന്നത്. ഇത് ഭഗീരഥി. ഈ യാത്രയിലുടനീളം നമ്മൾ കാണുന്ന നദി ഭഗീരഥിയാണ്. ഗംഗോത്രിയിൽ ഉള്ളതും ഭഗീരഥി തന്നെയാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ ഒരു ചെറിയൊരു ഹൈഡൽ പ്ലാന്റ് ഉണ്ട്. പവർ ജനറേറ്റിംഗ് സ്റ്റേഷനുണ്ട്. അതിൻ്റെ സൈഡ് റേസാണ് ഈ വരുന്ന ജലം. അതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ എടുക്കാൻ പറ്റിയില്ല. വീണ്ടും സ്വർണ്ണമല പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാൻ എൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ യാത്രയിലുടനീളം മനോഹരമായ കാഴ്ചകളാണ്. ഉത്തരകാശി മുതൽ ഗംഗോത്രി വരെയുള്ള യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് ആപ്പിൾ തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണത്. ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുക. ചില ഭാഗങ്ങളിൽ പൈൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചില ഭാഗങ്ങൾ ആപ്പിൾ തോട്ടങ്ങളാണ്. ജനവാസ കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം. താഴ്വരകളിൽ കുറേ വീടുകളും കൃഷിയിടങ്ങളുമെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സൂര്യകിരണങ്ങൾ മല ഇടകളിലൂടെ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഭഗീരഥിയുടെ ഭഗീരഥി തന്നെയാണ്. ഒരു നൂലുപോലെ ഭഗീരഥി ഒഴുകുന്നു. മണൽ പോലെ ഒരു വെളുത്ത വസ്തു, എക്കൽ മണ്ണ് അവിടെ മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ഈ യാത്ര ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച യാത്രകളിൽ ഒന്നാണ്. ഹിമാലയൻ യാത്രയിൽ ഉത്തരകാശി മുതൽ ഗംഗോത്രി വരെയുള്ള പ്രദേശം. ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ ആണ്. നമ്മളറിയാതെ തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങളും ക്യാൻവാസുകൾ തന്നെ അതിൽ സൃഷ്ടിക്കപ്പെടും. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഇവിടെ ഒരു ആട്ടിൻകൂട്ടമാണ് കാണുന്നത്, ചെമ്മരിയാടിൻകൂട്ടം. ഇതൊരു ഹെലിപാഡാണ്. ഇവിടെ ഈ ചാർധാമിലേക്ക് ഹെലികോപ്റ്റർ മാർഗത്തിൽ നമുക്ക് എത്തിപ്പെടാം. പക്ഷേ അങ്ങനെ ഒരു യാത്ര സ്വീകരിക്കുമ്പോഴുള്ള ചെറിയൊരു ന്യൂനത, നമുക്ക് ഈ പ്രകൃതിയുടെ ഭംഗി ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന തലത്തിൽ ആസ്വദിക്കാൻ സാധിക്കില്ല. 10-15 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തും. ഈ യാത്രയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം.
അത് നമുക്ക് നഷ്ടപ്പെടും. തീർത്ഥാടനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേപോലെ ആരോഗ്യപരമായ പരിമിതികളുമുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഓപ്റ്റ് ചെയ്യുന്നത്, ആ മാർഗം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അല്ലാത്തവർ റോഡ് മാർഗം തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ആപ്പിൾ തോട്ടങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ആപ്പിൾ വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല കാച്ച് പാകമായ ആപ്പിൾ മരങ്ങൾ. ഈ ആപ്പിൾ തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു യാത്രയിലാണ്. അതായത് ഉത്തരകാശി മുതൽ ഗംഗോത്രി വരെയുള്ള യാത്രയിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഗംഗോത്രിയിൽ എത്തിയിരിക്കുകയാണ്. സമയം 9:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 3.5 മണിക്കൂറോളം യാത്ര ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. സൂര്യൻ ഉയർന്നിരിക്കുകയാണ്. സൂര്യകിരണങ്ങൾ ദേഹത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പിൽ നമുക്ക് കിട്ടുന്നൊരാശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അന്തരീക്ഷം നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. നമ്മൾ ഗംഗോത്രിയിലേക്ക് നല്ല നടന്നു നീങ്ങുകയാണ്. ഗംഗോത്രിയിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റും ലഭ്യമാണ്. നമ്മളൊരു ട്രൂപ്പിൻ്റെ കൂടെ വന്നതുകൊണ്ട് അവർ ഉത്തരകാശിയിൽ സ്റ്റേ ചെയ്തതുകൊണ്ടാണ് ഇവിടെ താമസിക്കാൻ സാധിക്കാതിരുന്നത്. സ്വന്തമായിട്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് വരുന്നവർ ഗംഗോത്രിയിൽ ഒരു ദിവസം താമസിക്കുന്നത് വളരെ നന്നായിരിക്കും. അതൊരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗംഗോത്രി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തെരുവുകളിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇത് തീർത്ഥാടന സീസൺ ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അതേപോലെ കടകളുമെല്ലാം ധാരാളമുണ്ട്. ഇവിടെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. അത് വില ഒരു റീസണബിൾ റേറ്റാണ്, നെഗോഷ്യബിളാണ്. അവർ പറഞ്ഞ വില മേടിക്കണമെന്നില്ല, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാം. പലതരം പലഹാരങ്ങളും മറ്റും എല്ലാം അവൈലബിളാണ്. റെയിൻ കോട്ടുകൾ, അതേപോലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, ജാക്കറ്റുകൾ, സ്റ്റേഷനറികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഗംഗാ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഞാൻ ഇതിൻ്റെ ചുറ്റും നടന്ന് പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഫോട്ടോസ് എടുത്തു. ഇതെല്ലാം നമ്മുടെ സഹയാത്രികരാണ്, ടൂർ കോർഡിനേറ്ററും ഉണ്ട്. ഇതാണ് ഗംഗാ ദേവിയുടെ ക്ഷേത്രം സമുച്ചയം. ഭഗീരഥി ഗംഗാനദി
വളരെ ശക്തിയോടുകൂടി ഒഴുകുകയാണ് ഭഗീരഥി. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. വളരെ ദൂരത്തു നിന്ന് തന്നെ ശബ്ദം ശ്രവ്യമാണ്. ഇന്ത്യയുടെ പതാക പാടിക്കളിക്കുന്നു ഈ പാറപ്പുറത്തെ. ദൃശ്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുക. ശരിക്കും ഈ ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്നല്ല, ഗോമുഖിൽ നിന്നാണ്. ഗോമുഖ് ഇവിടുന്ന് 16ഓളം കിലോമീറ്റർ ട്രക്കിങ്ങിലൂടെ നടന്നാലാണ് ഗോമുഖിലേക്ക് എത്തുക. അതിന് പ്രത്യേകം പാസും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ആശ്രമമാണ്. ഇവിടെ ഒരുപാട് ആശ്രമങ്ങളും ഗംഗോത്രിയോട് ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗംഗോത്രിക്ക് സ്വന്തമായി അറേഞ്ച്മെൻറ്റ് ചെയ്ത് വരുന്നവർ ഒരു ദിവസം 1-2 ദിവസം ഗംഗോത്രിയിൽ താമസിക്കുക. അത്യാവശ്യം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പല ആശ്രമങ്ങളിൽ താമസിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ റൂമുകൾ, പ്രൈവറ്റ് റൂമുകളുണ്ട്. എന്തായാലും കാലാവസ്ഥയും ഉത്തരകാശിയിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. കാരണം ഇത് വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ താമസിക്കുന്നത്. ഓരോ ആശ്രമങ്ങളോടും ചേർന്ന് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. ഗംഗോത്രിയിലുള്ള എല്ലാ ആശ്രമങ്ങളിലേക്കും നമുക്ക് സന്ദർശനം നടത്താൻ പറ്റിയില്ല. ഒരു 4-5 മണിക്കൂറാണ് അവിടെ ചെലവഴിച്ചത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂര്യകുണ്ഡ എന്ന് പറഞ്ഞ ഒരു ചൂടുറവുണ്ട്. അതിലേക്കൊരു 3 കിലോമീറ്റർ. ഇപ്പോൾ മടക്കത്തിലുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ശിവക്ഷേത്രത്തോട് ചേർന്ന് നല്ലൊരു ഉദ്യാനമുണ്ട്. ഇവിടെ വലിയൊരു ആപ്പിൾ തോട്ടവും നല്ലൊരു ആപ്പിൾ വിപണിയുമുണ്ട്. ഇന്ന് കുറച്ച് ആപ്പിൾ വാങ്ങുക, ആപ്പിൾ തോട്ടം കാണുക, അതേപോലെ ശിവക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തുക. അതെ, ഈ ഉദ്യാനം കണ്ടാസ്വദിക്കുക. ഇത്രയും ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങളാണ്. അതിൻ്റെ ചുറ്റുപാടുമാണ് ഇപ്പോൾ കാണുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഉദ്യാനം. ആ ശിവക്ഷേത്രത്തിൻ്റെ ദർശനം. അവിടെ കുറേ ചെറിയ ചെറിയ ചെടികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതോട് ചേർന്നുള്ള മലനിരകൾ. ഇപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഗംഗാ ജ്ഞാനിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി എന്നാണ് അർത്ഥം. ഗംഗാജ്ഞാനി ഇതേപോലെ ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഇവിടെ യമുനോത്രിയിലൊക്കെ ഉള്ള പോലെ ഒരു ചൂടുവെള്ള ഉറവയുണ്ട്, സൾഫറിൻ്റെ സാന്നിധ്യം കൊണ്ട്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ കുറേയുണ്ട്, വിശ്വാസമുള്ളവരുണ്ട്. അവിടെ തന്നെ ചില സന്യാസി വര്യന്മാരും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇതിനോട് ചേർന്ന് തന്നെ അവിടെ സ്ഥിരമായിട്ട് ഉള്ള ആളുകളുണ്ട്. ഗംഗാജ്ഞാനി എന്നാണ് പറയുന്നത്. ഇതൊരു മുനിശ്രേഷ്ഠൻ്റെ ആശ്രമമാണ്. അതെ, ഇവിടെ ദേവീ ഭാവം, അതായത് ശക്തിയെ ആരാധിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള പൂജാരിമാരാണ്. മടക്കത്തിലാണ് നമ്മൾ ഈ ക്ഷേത്രം സന്ദർശിച്ചത്. ഇവിടെ സ്നാനം ചെയ്യലാണ് പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു വെള്ളച്ചാട്ടവും ഇതിനോട് ചേർന്നിട്ട് തന്നെയുണ്ട്.
ഇതെല്ലാം ഹിൽ ഫോട്ടോസാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. മടക്കത്തിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ രംഗമാണ് ഇപ്പം നടത്തി ഞാൻ കാണിച്ചത്. അതിൻ്റെ ടെയിൽ റേസാണ്.